എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ പരിപാടികളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. സോ ഓവറോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഓൾ ദ ബെസ്റ്റ്. ഹലോ, എന്താ പറയണ്ടേ? കുഞ്ഞു സിനിമ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് പേര് കൂടി ചെയ്തൊരു സിനിമ. ശരിക്കും ഇപ്പോൾ ഈ ക്രൈം ഹീസ്റ്റ് സിനിമകളൊക്കെ ധാരാളം വരുന്നത്. ആ കൂട്ടത്തിൽ കൊച്ചു പടം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം പൊതുവെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നല്ല രീതിയിലൊക്കെ പറയുന്നു. ബാക്കി ഷോസ് ആൾക്കാർ കാണട്ടെ, വളരെ പ്രതീക്ഷയിലാണ്. ശരിക്കും നവീനും നവീൻ്റെ കൂടെ രണ്ടുപേരും ചേർന്നിട്ട് എഴുതിയിട്ടുള്ള സിനിമയാണ്. നവീനാണ് ഇര എന്നുള്ള സിനിമ എഴുതിയത്. നവീൻ്റെ സംവിധാന സംരംഭം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയാണ്. പിന്നെ ഷാജോൺ, പ്രശാന്ത് ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പരിപാടികൾ. ബാക്കി ഇനിയിപ്പോൾ സിനിമ ജനങ്ങളിലേക്ക് എത്തിയല്ലോ, ജനങ്ങളുടെ അഭിപ്രായം പറയട്ടെ. വലിയ പ്രതീക്ഷയിലാണ്. എന്ത് പറയുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യ സിനിമയാണ്, എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല രീതിയിൽ അടിച്ചൊരുക്കാൻ നവീന് സാധിച്ചു. നവീൻ, അപ്പോൾ എല്ലാവരും കാണുക. സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. നല്ല ഞാൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ കുറേ ദിവസം വർക്ക് ചെയ്ത് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഞാൻ പ്രതീക്ഷ ഒത്തിരി മേളിലാണ് സിനിമ. അത് നവീൻ്റെ നവീൻ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടും വീണ്ടും അതിൽ വർക്ക് ചെയ്ത് വീണ്ടും ചില സംഭവങ്ങൾ എക്സ്ട്രാ ഷൂട്ട് ചെയ്യുകയും അന്നേരം ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. അത് നവീൻ്റെ ഒരു എഫേർട്ടും ഒരു ഒരു ഫസ്റ്റ് പടം അത് ഹിറ്റടിക്കണം എന്നുള്ള അതിനുവേണ്ടി അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് ദിനേഷ് കൊല്ലപ്പള്ളി ഉണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് പേര്, ഇപ്പോൾ പ്രശാന്തേട്ടൻ്റെ ക്യാരക്ടറൊക്കെയാണ്. പ്രശാന്തേട്ടനൊക്കെ നവീൻ്റെ നിങ്ങളത് കണ്ടാണോ? പുള്ളി മറ്റേ നവീൻ്റെ റൂംമേറ്റാണ്. അങ്ങനെ പറഞ്ഞ് പുള്ളി നൈസായിട്ട് സൈഡിൽ കൂടെ കയറി ചെറിയ നായകൻ കളി കളിച്ചിട്ട് അങ്ങനെ ചെറിയൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറേ നാൾ കഷ്ടപ്പെട്ടാണ്. പുള്ളി നൈസായിട്ട് 2 ദിവസം കൊണ്ട് കൊണ്ടുപോയി. സോ എനിക്കൊന്ന് വർക്കായിട്ടുണ്ടെന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായം പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി നന്നായി വരും. താങ്ക് യു. ഗംഭീര പടമാണ്. ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു ഇമോഷണൽ മൊമെൻ്റ് കൂടിയാണ്. ഒരു ചെറിയ സിനിമ ഇത്ര നന്നായിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. നവീൻ്റെ ഹാർഡ് വർക്കാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായൊരു സിനിമ. ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ സബ്ജക്റ്റും. അതെങ്ങനെ വരുന്നു, അതെങ്ങനെ ഒരു ക്രൈമിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ക്രിപ്റ്റിലും വന്നിട്ടുണ്ട്, അത് ഡയറക്ഷനിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം ആണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഏറ്റവും വലിയ കാര്യം. അതൊരു ഹിറ്റാവേണ്ട സിനിമയാണ്. ഒരു ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഒരു OTT വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു സിനിമയല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല സിനിമയാണ്. ഇഷ്ടമായി. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഞാനിപ്പോഴാണ് സിനിമ കണ്ടത്. പാർട്ട്നേഴ്സ് ടൈറ്റിലിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ, അത് തീർച്ചയായിട്ടും ഈ മൂവിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് ഇത് ഇറക്കാനൊക്കെ പറ്റിയത്. എന്തായാലും ഇനിവേ എല്ലാവരും വന്ന് കാണണം. എന്നാലാണ് ത്രില്ലർ ജോണിലുള്ളൊരു മൂവിയാണ്. അപ്പം ബാക്കി എല്ലാവരും വന്ന് കണ്ട അഭിപ്രായം പറയട്ടെ. എല്ലാവരും പാട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഇവിടെ മിസ്സിങ് ആണ്, കുറച്ച് ആർട്ടിസ്റ്റുകൾ. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് എനിക്ക് ക്ലൈമാക്സിൽ കയ്യടി കിട്ടുന്നു. ഹാപ്പിയാണ്. സിനിമ ഒരു മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ കണ്ടവർ എൻ്റർടൈൻഡ് ആയിരുന്നു, എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ ലാസ്റ്റിലെ കയ്യടി കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പാർട്ട്നേഴ്സ് കാണാൻ പറ്റുന്നവരൊക്കെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. അടിപൊളി പടമാണ്. പൈസ വസൂൽ. ഓക്കെ. അടിപൊളിയായിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര